ഒടയം പൂശാരി ഇല്ലേ? സൂക്കടാ. ഇവരുടെ എന്തോ ഉത്സവമുണ്ട് കാവില്. ഇന്ന് പണിക്കാരും വരില്ല. നാണേട്ടൻ എവിടേക്കാ പോയത്? അധികാരിയുടെ അവിടേക്കാവും. രാത്രി മുഴുവൻ തെരഞ്ഞ് പന്നിയെ കാണാണ്ട് പോരേണ്ടി വന്നതിന്റെ ഈറ വിട്ടിട്ടില്ല അച്ഛന്. ശിവരാത്രിക്ക് കീഴ്ക്കാവില് വലിയ ഉത്സവം അത്രേ നാട്ടില്. കീഴ്ക്കാവ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, അതിന്റെ അടുത്ത് ഒരു 3 മാസം പണിയെടുത്തിട്ടുണ്ട് ഇല്ലത്ത്. ഞാൻ കണ്ടിട്ടേ ഇല്ല. ഗുരുവായൂർ തൊഴാൻ പോകുമ്പോ അവിടെയൊന്ന് ഇറങ്ങാന്ന് അച്ഛൻ കഷ്ടിച്ച് സമ്മതിച്ചിട്ടുണ്ട്. ഗുരുവായൂർ തൊഴിൽ മാത്രമേ ഉള്ളോ? അല്ല, അമ്മ ഒരു തുലാഭാരം നേർന്നിട്ടുണ്ട്. ശർക്കര ഉണ്ടാ. പോകുമ്പോഴോ വരുമ്പോഴോ നാട്ടിലാരാ ഉള്ളത്? വല്യമ്മമാരും മക്കളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ വീട്ടിലേക്കൊന്നും പോയില്ല. അവിടെ ഇപ്പൊ ഉള്ളവര് ഏത് തരാന്ന് ആരെയുണ്ടോ? അമ്മമ്മ ഉണ്ടോ നിശ്ചയമില്ല. അമ്മയെ വലിയ ഇഷ്ടായിരുന്നു അത്ര അമ്മമ്മയ്ക്ക്. പഴയ ദേഷ്യം വെച്ച് അവിടെയുള്ളവർ ആട്ടി പായിച്ചാലോ? അവിടെ പോയില്ല. പിന്നെന്തിനാ നാട്ടിൽ? വെറുതെ സ്ഥലമൊക്കെ ഒന്ന് കാണാലോ. വീടും പുറത്തു നിന്നൊന്ന് നോക്കാം. വെറുതെ. കീഴ്ക്കാവിലെ ഭഗവതിയെ തൊഴാൻ ഭാര്യത്തോരുടെ സമ്മതം വേണ്ടല്ലോ. എന്തോ പൊട്ടണത് കേട്ടല്ലോ നേരത്തെ. പുറത്തേക്ക് എന്താ കൊടുക്കേണ്ടത്? കഞ്ഞിയോ ചോറോ? പനി വിട്ടിരിക്കണോ? ഉള്ളത് എന്താന്ന് വെച്ചാൽ ആ പെണ്ണില്ലേ അവളോട് പുറത്തേക്കുള്ളത് കൊടുക്കാൻ പറ. എല്ലാറ്റിനും നീ തന്നെ വേണം. പിന്നെ ആരാ ഉള്ളത്? ചെല്ലും ചെലവും കൊടുത്ത് വീട്ടിനെ നിർത്തിയിരിക്കണ എന്തിനാ? ഒന്നുമില്ലാതെ ഞാൻ പറയില്ലാന്ന് അറിഞ്ഞൂടെ? ആ രാഘവനോ? ഇരിക്കെ. ഇതെന്താ കൊച്ചുട്ടി? അസൽ പുഴമീൻ കൊണ്ടുവന്നിരിക്കണം. കഴിക്കട്ടോ. വേണ്ടതാണോ ഏട്ടാ? പകല് വയ്യ. എന്റെ തൊട്ട് കിടക്കുന്ന സ്ഥലം അതെങ്ങനുണ്ട്? അസല് കരിമണ്ണല്ലേ? കരിമ്പ്. അതിൽ കരിമ്പ് തന്നെ. പോലത്തെ കാര്യസിനെ പാട്ട് പിടിച്ചാൽ നൊസ് വിലക്ക് തരാവും. കേട്ടോ ഇരിക്കേ. നിൽക്ക് കേട്ടോ, ഞാൻ പുറപ്പെടുകയായി. ഇവരുടെ കാവിലൊന്ന് പോയി തൊഴട്ടെ. നാഗമ്മയുടെ ക്ഷണുണ്ട്. അവിടെ പോകാൻ ഇതൊക്കെ എടുത്തിടണോ? എന്ത് കാവ്, എന്ത് ഉത്സവം! ഒറ്റ എണ്ണത്തിന് തലയ്ക്ക് വെളിവുണ്ടാവില്ല. ഞാൻ പറയണ കേക്ക്. അതേ മതി. ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. പിന്നെന്തിനാ ഇക്കണ്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ? ഒന്നുമില്ലാതെ ഞാൻ പറയില്ല. ഇട്ടത് അഴിച്ചു വെക്കണമെന്ന് ഞാൻ പറയണില്ല. ഇത് മതി. ഒക്കെ ഒരു പിഴച്ച കാല. നമ്മൾ വിചാരിക്കണ മാതിരി അല്ല ആളുകൾ. താനോട്ടാ ബാലിനവിടെ പോയി? പുറത്തില്ലേ? ഇല്ല. ആ പോവാച്ചാ പൊക്കോട്ടെ. ഞാനിപ്പൊ ഇവളോട് പറയായിരുന്നു ഉള്ള സ്വർണ്ണപ്പണ്ടൊക്കെ എടുത്തിട്ട് ഞാത്തി നടക്കണ്ടെന്ന്.
കാണുമ്പോഴാണല്ലോ ഓരോരുത്തർക്ക് ബുദ്ധി തോന്നുക. പശുക്കുട്ടി ലോഹിയാവണുണ്ടോ? രക്ഷപ്പെടുത്താൻ ഒരു കാരണം ഇതുവാണല്ലോ. ആ നന്ദി പറയാണ് ഞാൻ. മൂത്തവരാണെന്ന് വെച്ചാ എന്താ പ്രതിഷ്ഠ? എന്തോ കോഴിയും കള്ളും ഒക്കെ ഇഷ്ടമുള്ള ആളാ അല്ലേ നാഗമ്മേ? എന്നാലും ഒരു കാവല്ലേ. റൈറ്ററേ, ഒന്ന് തിരിഞ്ഞേക്കേ. വല്ലവരുടെ സാരി കടം വാങ്ങി വാരി വലിച്ചു ചുറ്റിയതുപോലുണ്ട്. അത്ര പരിഷ്കാരം മതി. പോരാ, ഞാൻ ഇനി പഠിപ്പിച്ചു തരുന്നുണ്ട് ചിലത്. ആ ആ അമ്പലത്തിൽ 100 ആളുണ്ടാവും, മാരണം. അതുകൊണ്ടാ ഞാൻ വരാഞ്ഞ. ആ. വീട് കൂടലിന് വേറെ പാർട്ടി നടത്താണ്ട് കഴിഞ്ഞു കാരണം അവർക്ക് അല്ലേ? ഇനിയും പണി കുറെ ബാക്കിയുണ്ട്. നീ ഒരു ഭാഗ്യവാനാണ്ടോ. ഒരു കൊല്ലം ഞാൻ തുള്ളി തൊട്ടിട്ടില്ല. 2 ഗ്ലാസ് എടുക്കാൻ പറ നിന്റെ വീട്ടുകാർക്ക്. വേണ്ട വേണ്ട, പറ്റില്ല, എന്റെ ഒരു സന്തോഷത്തിന്. 2 ഗ്ലാസ് എടുക്കും, കുറച്ച് വെള്ളവും. ഇന്ന് നമ്മൾ കൂടിയിട്ടില്ല, പിന്നെ എന്നാ? നാളെ ഞാൻ എവിടെയാണെന്ന് ആര് കണ്ടു? ഓളൊന്നും പറയില്ല, നീ അത് പേടിക്കണ്ട. കഴിക്കും. ഇതെന്റെ വക ആഘോഷമാണ്. ഈ പണി കഴിയാൻ നിൽക്കണല്ലോ ഞാൻ. നേരെ തമിഴ്നാട്ടിലേക്ക് വിട്ടാലോ എന്ന് ആലോചന. കഴിക്കേ. നമ്മൾ ഒരുമിച്ച് ഇനി ഒരു കൂടുതലുണ്ടാവില്ല. കഴിക്കേ. ചിലര് വിളിച്ചോടുത്ത് വരും പടച്ചോൻ അല്ലേ? സേട്ടുവിന്റെ കമ്പനി കടം തരുന്നെന്ന് പറഞ്ഞു. ലോറിക്ക് ആദ്യത്തെ അടവിനുള്ളത് ആയിട്ടില്ല. അപ്പൊ കാരണം ഒരു ബാക്കി വരില്ലേ? കഴിക്കേ. കഴിക്ക്. മിണ്ടണ്ട എന്നോട്. ഈ ദിവസം തന്നെ വേണം കുടിച്ചിട്ട് ബോധമില്ലാതാവാൻ. നിന്റെ അച്ഛൻ കുടിക്കില്ലേ? അതുപോലെയാ? നിനക്ക് ഇഷ്ടമല്ല? വേണ്ട, ഇനി ഞാൻ തൊടില്ല. എനിക്കങ്ങനെ വലിയ കമ്പമൊന്നുമില്ല. അവൻ നിർബന്ധിച്ചപ്പോ വേണേ സത്യം ചെയ്യാം, ഇനി തൊടില്ല.